CV ശ്യാംപ്രസാദ് നടത്തിയൊരു ക്ഷേത്ര കോമരമായി. ഇപ്പോൾ CV ശ്യാംപ്രസാദാണ്. ക്ഷേത്ര വഴിപാടുകൾ, ചുറ്റുവിളക്ക്, തിരുമുമ്പിൽ വിളക്ക്, തിരുമുമ്പിൽ നെയ്വിളക്ക്, കെടാവിളക്ക്, നിവേദ്യം, വിളക്ക്, എള്ളുതിരി, മുട്ടുവറക്കൽ, ഭഗവതിപ്പാട്ട്, അർച്ചനകളം, മകേര്യനാളിൽ ഗണപതി ഹോമം, പുഷ്പാഞ്ജലി, നാഗങ്ങൾക്കുള്ള പാട്ട് എന്നീക്ക മധ്യ വഴിപാട് നടത്തി വരുന്നുണ്ട്. ഇവ കൂടാതെ വാമമ്മക്ക് പാലും നൂറും കൊടുക്കുന്ന ഒരു ഏർപ്പാടും ഇപ്പോഴുണ്ട്. അച്ഛനും ദേവിക്കും കോമരക്കാരെ പറ്റി ഇതിനു മുൻപ് വിസ്തരിച്ചിട്ടുണ്ട്. ചങ്ങരംകുളത്ത് തറവാട് നമ്മുടെ പൂർവികരുടെ ചരിത്രം ശരിയായി അറിഞ്ഞാൽ അവരുടെ ഗുണങ്ങളെ അനുകരിക്കാനും ദോഷങ്ങളിൽ കഴിയുന്നത്ര ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും. പൂർവചരിത്രം. ശങ്കരൻകുമരത്ത് അച്ഛൻ എന്ന ഗുരുകാരണവരുടെ മരണശേഷം 12ഓളം തലമുറകളുടെ ചരിത്രമാണുള്ളത്. അച്ഛന്റെ പൂർവിക വടക്കേ മലബാറിൽ തലശ്ശേരിക്കപ്പുറം കേരളം എന്നറിയപ്പെടുന്ന ആയുധവിദ്യകൾ പ്രഗത്ഭ നേടിയതും ഗളൂരിക ഭഗവതി, ഗണപതി, വേട്ടേക്കരൻ, അന്തിമഹാകാളൻ, അംഗശാസ്താവ് മുതലായ ഒട്ടനവധി ദേവതകളുടെ ഉപാസനം ചെയ്ത് ഒരു പിതൃ പാരമ്പര്യമുള്ളവരാണ്. പൂർവികർ അസാമാന്യമായ അഭ്യാസചാതുര്യത്താലും സേവാശക്തിയാലും ജനപെരുമഹിയും രാജകീയ ബഹുമതിയും നേടിയിട്ടുണ്ട്. പഴയ പൊന്നാനി താലൂക്കിൽ മുല്ലശ്ശേരി അംശത്തിൽ ആയുധവിദ്യയിൽ പ്രസിദ്ധി സമ്പാദിച്ചവരായിരുന്നു ചങ്ങരംകുളത്ത് തറവാട്. കളരിപ്പയറ്റും അംഗം വെട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമ്പ്രദായം സർവ്വസാധാരണമായ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ചങ്ങരംകുളത്തെന്ന അഴകിൽ തെളിഞ്ഞ തറവാട്ടിൽ മാക്കോത ഉണ്ണൂരി എന്നീ ദമ്പതികളുടെ മൂത്ത മകനായി കൊല്ലവർഷം 634 ആണ്ടിൽ ചിങ്ങമാസം ഉത്രാടം നാളിൽ ഒരു ശിശു ജനിച്ചു. 28-ാം ദിവസം ശിശുവിന് ഉണ്ണിപ്പാറൻ എന്ന് പേര് വിളിച്ചു. 7 വയസ്സിൽ എഴുത്തും വായനയും പഠിക്കാൻ തുടങ്ങിയ പാറൻ അച്ഛൻ 9-ാം വയസ്സിൽ വെങ്കടിങ്ങ് കളരി സ്ഥാനത്ത് കേളുണ്ണി ഗുരുനാഥന്റെ കളരിയിൽ കച്ചകെട്ടി അഭ്യാസം തുടങ്ങി. ആയുധവിദ്യയും മന്ത്രവാദവും മറ്റും പഠിച്ച പാറൻ പിന്നീട് പ്രസിദ്ധനായ ഒരു പോരാളിയായി തീർന്നു. പല അംഗങ്ങളിലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. മൈലാപുരം എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ അംഗത്തിൽ പങ്കെടുത്ത ശേഷം മടക്കയാത്രയിൽ വഞ്ചിയിൽ വന്ന് സ്വസഹോദരിയുടെ വീട്ടിൽ ഏങ്ങണ്ടൂർ പണിക്കശ്ശേരി പോയി തിരിച്ചു മുല്ലശ്ശേരിയിലേക്ക് വരുന്നതിന് പൊളിക്കക്കടവ് കടക്കാൻ വന്നപ്പോൾ കടത്തു വഞ്ചികളെല്ലാം മുടക്കിയതായി കണ്ടു. അച്ഛൻ നാക്കില മുറച്ച് അതിലിരുന്ന് ചുരിക കൊണ്ട് തുഴഞ്ഞ് കടവ് കടക്കുമ്പോൾ ശത്രുക്കളിൽ ഒരാൾ മരത്തിൽ മുകളിൽ ഒളിച്ചിരുന്ന് അച്ഛന്റെ ഇടത്തെ തുടയിൽ വെടിവെക്കുകയാണുണ്ടായത്. പുഴക്കടവിൽ വസ്ത്രമലക്കിയിരുന്ന ഒരു മണ്ണാത്തിയാണ് അച്ഛന് മരണസമയത്ത് വെള്ളം കൊടുത്തത്. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ തന്റെ ചുരിക കടവിൽ അരികിൽ താഴ്ത്തിവെച്ചു. പിന്നീട് ചുരിക വലിച്ചെടുക്കുന്നതിന് ആർക്കും സാധിച്ചില്ല. ഈ ചുരിക വലിച്ചെടുക്കുന്നതിന് ആനയെ ഉപയോഗിച്ചതായും ഐതിഹ്യമുണ്ട്. എന്നാൽ വെള്ളാങ്കവളത്തിലെ ദേശീയരാമ വന്ന് വളരെ നിഷ്പ്രയാസം ചുരിക വലിച്ചെടുത്ത് അവരുടെ തട്ടിൻപുറത്ത് വളരെ ശുദ്ധിയായി സൂക്ഷിച്ചു വയ്ക്കുകയാണുണ്ടായത്. പിൻതലമുറക്കാർക്ക് ഈ ചുരികയെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായില്ല. തട്ടിൻപുറം അടിച്ചു വരുന്ന സ്ത്രീ ചുരിക വിറയ്ക്കുന്നത് കണ്ട് ചൂലുകൊണ്ട് തട്ടിയപ്പോൾ വെള്ളാങ്കമഠത്തിലെ അടുക്കളപ്പുര കത്തി നശിച്ചതായും പറഞ്ഞു കേൾക്കുന്നു. ചങ്ങരംകുളത്ത് തറവാട്ടിന്റെ പേരിനും പെരുമയ്ക്കും അടിസ്ഥാനമിട്ടത് ചങ്ങരംകുളത്ത് പാറ അച്ഛനാണ്. ചങ്ങരംകുളത്ത് പല മഹാന്മാരും അന്നുണ്ടായിരുന്നു. എന്നാൽ ചങ്ങരംകുളം അച്ഛൻ കാലം കഴിഞ്ഞു പോയിട്ടും ഇപ്പോഴും വളരെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അച്ഛന്റെ പേര് ഇന്നും നിലനിന്നു വരുന്നത് ആലോചിച്ചാൽ അച്ഛൻ ഒരു അസാമാന്യ പുരുഷനാണെന്ന് ഊഹിക്കാവുന്നതാണല്ലോ. അച്ഛൻ 1001 സേവാമൂർത്തികളെ ഉപാസന ചെയ്ത് അവയെല്ലാം സേവിച്ചിട്ടുള്ള ആളാണ്. ചങ്ങരംകുളത്ത് അച്ഛന്റെ മരണശേഷം തറവാട്ടിൽ സന്താനങ്ങളില്ലാതെ തറവാട് അന്യം നിന്ന് പോകുമെന്ന് ഘട്ടം വന്നപ്പോൾ മുല്ലശ്ശേരിയിൽ തന്നെയുള്ള കുന്നത്തുള്ളി തറവാട്ടിൽ
ശങ്കരൻ ഗോതമ്പ ദമ്പതികളുടെ മക്കളായ പാറിനെയും ശങ്കരനെയും ചങ്ങരൻ കുമരത്തേക്ക് ദത്തെടുക്കുകയാണുണ്ടായത്. കുന്നത്തുള്ളിൽ നിന്ന് ദത്തെടുത്തത് കൊല്ലവർഷം 653 ആണ്ടിലാണ്. ദത്തുപുത്രന്മാരിൽ പാറൻ ശങ്കരപുരത്ത് തറവാട്ട് വരെയിൽ ശങ്കരൻ തെക്കേതിലും താമസമാക്കി. തെക്കേതിൽ താമസിക്കുന്നതിന് പിന്നീട് ശങ്കരകുമരത്ത് തെക്കേതിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആയതിനെ ശങ്കരകുമരത്ത് വെക്കൂട്ടിലെന്ന് പറയാൻ തുടങ്ങി. കൊല്ലവർഷം 1031 തറവാട് വായിച്ചപ്പോൾ കുഞ്ഞയ്പ്പൻ മകൻ പാറൻ കിഴക്കേലെ താവഴിയായും ശേഖരൻ ജ്യേഷ്ഠൻ ഉണ്ണിട്രി വടക്കേ താവഴിയായും ഇവരുടെ വലിയച്ഛൻ ശങ്കരന്റെ മകൻ പാറൻകുട്ടി കൃഷ്ണമക്കീന്റെ മുത്തശ്ശൻ പടിഞ്ഞാറേ താവഴിയായും പിരിയുകയാണുണ്ടായത്. മുതൽ ഭാഗിച്ചപ്പോൾ ഒരു ഓഹരി സ്വത്ത് പാറൻകുട്ടിക്കും മറ്റു ഓഹരി സ്വത്ത് രണ്ടായി ഭാഗിച്ച് ഒരു ഓഹരി കിഴക്കേലെ പാറനും ഓരോഹരി വടക്കേലെ ഉണ്ണിട്ടിരിക്കും എടുക്കുകയാണുണ്ട്. പിന്നീട് 1038 രണ്ടാമതും 3 താവഴിക്കാർക്കും തുല്യമായി ഭാഗിച്ചെടുത്തു പഴയ രേഖയിൽ നിന്ന് അറിയുവാൻ സാധിച്ചിട്ടുള്ളതാണ്. മേൽ പ്രസ്താവിച്ച ഭാഗത്തിന് മുൻപ് തന്നെ വടക്കേലെ ഉണ്ണിട്ടി താവഴിക്കാർ പടിഞ്ഞാറേ തറവാടിന് പടിഞ്ഞാറ് ഭാഗം ഒരു 4 കെട്ടുപുര പണിയിച്ച് താമസമാക്കിയിരുന്നു. അതുപോലെ തന്നെ നായന്മാരുടെ തറവാട്ടിൽ നിന്ന് വാങ്ങിയ 4 കെട്ടുപുരയും പാറൻകുട്ടിയുടെ പൂർവികന്മാർ ഭാഗത്തിനു മുമ്പ് തന്നെ താമസിച്ചു വന്നിരുന്നു. 1031 ഭാഗത്തിന് ശേഷം പടിഞ്ഞാറയിലെ താമസിച്ചിരുന്നവർ വടക്കയിലെ കോളോത്ത് അകായി പറമ്പിൽ 8 കെട്ടുപുര പണിയിച്ച് വേറെ താമസമാക്കുകയും പടിഞ്ഞാറയിലെ കൃഷ്ണമക്കീന്റെ അച്ഛൻ പാറൻ ആര്യത്തകായിൽ പുര പൊളിച്ച് പടിഞ്ഞാറയിൽ ഒരു 8 കെട്ടുപുര പണിയിച്ച് താമസമാക്കി. ആര്യത്തകയിലുണ്ടായിരുന്ന നായന്മാരുടെ വകയായിരുന്ന ദേവീക്ഷേത്രം ശങ്കരപുരത്ത് തറവാട്ടുകാർ സംരക്ഷിച്ചു പോന്നു. 1003 വായിച്ചപ്പോൾ താഴെ പ്രസ്താവിച്ച ഭൂസ്വത്തുകൾ വായ്പാനോ വിൽക്കാനോ അന്യാധീനപ്പെടുത്തുവാനോ വാക്കാൽപ്പാട്ടത്തിൽ ഏൽപ്പിക്കാനോ പാടില്ലെന്ന് നിശ്ചയിച്ച് ധർമ്മത്തിനായി വെച്ചിരുന്ന ഭൂമിയുടെ ആദായം കൊണ്ട്